നമസ്കാരം. ഞാനിന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ വെങ്ങരയിലാണ്. വെങ്ങരയിലെ ഒരു ബിസിനസ് സ്ഥാപനമാണ്. പക്ഷേ ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ 1-2 ആളുകളാണ് തുടങ്ങുക. ഇവിടെ 35 പേര് ഒരുമിച്ചിട്ട് തുടങ്ങിയ ഒരു സംരംഭമാണ്. അപ്പോൾ ആ സംരംഭത്തിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത്, ഇത്രയും പേര് കൂടിയിട്ട് ആരൊക്കെയാണ് ഈ ആൾക്കാർ, എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് ആണ് ഇന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറും ഡയറക്ടർ ബോർഡ് അംഗമൊക്കെയായ ബിജുവേട്ടൻ. അപ്പം മൂപ്പരോട് ഇതിൻ്റെ എങ്ങനെയാണ് ഈ സംരംഭം തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എങ്ങനെയാണ് എന്തൊക്കെ ഒരു മോട്ടീവ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ച് ചോദിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ്, ഈ ഒരു 35 പേരെ കൂട്ടിയിട്ട്? ഇത് കണ്ണൂർ ജില്ലയിലെ അക്ഷയ സംരംഭകർ കൂടിയിട്ട് അതിൽ 35 ആൾക്കാർ താല്പര്യം പ്രകടിപ്പിച്ച 35 പേർ കൂടിയതാണ് ഈ കമ്പനി സ്റ്റാർട്ടാക്കിയത്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയുടെ പേര് IDBS ബിസിനസ് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. IDBS അല്ലേ? IDBS. അപ്പോൾ അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ നമ്മളെല്ലാ അക്ഷയ സംരംഭകർക്കും, അതായത് ഈ 35 പേരാണോ ആ ഗ്രൂപ്പ് ആയിരിക്കുമല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ് ടൈം ആയിരിക്കുമല്ലേ നിങ്ങൾ തുടങ്ങുന്ന? അല്ല, നമ്മൾ അക്ഷയ സംരംഭകരാണ്. അല്ല, അവരുടെ കൂട്ടായ്മ വാട്സപ്പ് ആയിരിക്കുമല്ലേ? അതെ, വാട്സപ്പ്. അതിൽ ഒരുപാട് ആൾക്കാരുണ്ടായിട്ടുണ്ടാവും അല്ലേ? കുറേ ആൾക്കാരല്ലേ? കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിൽ താല്പര്യം പ്രകടിപ്പിച്ച 35 പേര്. അതെ, അങ്ങനെ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ലക്ഷ്യം തന്നെ ഉണ്ടായിരുന്നത് പിന്നെ ഓരോ അക്ഷയ കേന്ദ്രങ്ങൾക്ക് വേണ്ട A4 പേപ്പറുകൾ, അതുപോലെ കമ്പ്യൂട്ടർ ആക്സസറീസ് അങ്ങനെ സപ്ലൈ തുടങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് നമുക്ക് പുതിയ പ്രൊഡക്റ്റൊക്കെ വേണം എന്നുള്ള ചിന്തയിൽ ആണ് നമ്മൾ ഈ ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നതിലേക്ക് വന്നതല്ലേ? അപ്പോൾ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് എയ്ഡ് കിറ്റ് ബോക്സസ് അല്ല അത് വരുന്നത്? അതെ അതെ, അത് വെച്ചാൽ നമ്മൾ ചെറിയ കിറ്റ് മുതലുണ്ട്. അതായത് 200 രൂപ മുതൽ 350, 550, 750, 1050 അങ്ങനെ മുകളിൽ ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് രീതിയിലുള്ള ആർക്കൊക്കെയാണ് ഈ കിറ്റ് ഇപ്പോൾ നമുക്ക് ആവശ്യം വരിക? ഇപ്പോൾ അത് ഇപ്പോൾ ഈ 950 രൂപേൻ്റെ കിറ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ അതിൽ ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ ഉണ്ടാവില്ലേ? അതെ അതെ. അപ്പോൾ അത് ഓരോന്നും കാറ്റഗറൈസ് ചെയ്തിട്ട് ആർക്കൊക്കെയാണ് ഈ സാധനം? തുടക്കത്തിൽ ഇപ്പം 200 രൂപയാണെങ്കിൽ അത് നമ്മൾ ചെറിയ സ്കൂട്ടികളിൽ വെക്കാൻ പറ്റിയ രീതിയിലുള്ള ചെറിയ കിറ്റുകളാണ് സ്റ്റാർട്ട് ചെയ്തത്. ബൈക്കുകളിലൊക്കെ വെക്കാൻ പറ്റുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തത് ഇങ്ങനെ സിപ്പ് ബാഗാണ്. അത് കാറുകളിൽ, അതുപോലെ കുറച്ച് വലിയ വാഹനങ്ങളിൽ. പിന്നെ അതിൻ്റെ അടുത്തത് പിന്നെ നമ്മൾ വീടുകളിലേക്ക് ബോക്സ് സ്റ്റൈലിൽ. പിന്നെ അടുത്തത് പിന്നെ 750-ൻ്റെ ഒരു കിറ്റുണ്ട്. ആ കിറ്റ് ഉദ്ദേശിച്ചത് വെച്ചാൽ സ്പോർട്സ്. പിന്നെ അടുത്തത് 950. അത് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ പിന്നെ ബസ്സുകളിൽ, ഇപ്പോൾ സ്കൂൾ ബസ്സുകളിൽ ഒക്കെ ഫിറ്റ്നസ്സിന് അത്യാവശ്യമായിട്ടുള്ള ആ ബോക്സ് ആവശ്യമുണ്ട്. പിന്നെ അതിന് മുകളിലോട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് ആവശ്യക്കാർ ശരിക്കും ഇതിനുണ്ട്. അതായത് പിന്നെ സ്കൂളുകളിൽ ആവശ്യമുണ്ട്, അതേപോലെ ഫാക്ടറികളിൽ ആവശ്യമുണ്ട്, ഓഫീസുകളിൽ ആവശ്യമുണ്ട്. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് അല്ലാത്ത സ്ഥലങ്ങളും ഇല്ല. ഇപ്പം നിലവിൽ ഇതിപ്പോൾ എങ്ങനെയാണ് സെയിൽ നടക്കുന്നുണ്ടോ? ഇപ്പം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് സ്റ്റാഫ് ഉണ്ടോ? അതോ നമ്മളിപ്പോൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ്. ഇതിപ്പോൾ ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് തുടങ്ങിയതാണോ അതോ ലോണാണോ? നമ്മളെല്ലാവരും കൂടെ ഇൻവെസ്റ്റ് ചെയ്തതാണ്. സെൽഫായിട്ട് ഒരാൾ ഒരു നിശ്ചിത തുക എടുത്തിട്ട് തുടങ്ങിയതാണല്ലേ? അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ സപ്പോർട്ടും കൂടെ നമ്മളിൽ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കുന്നത്. അത് ഏത് രീതിയിലുള്ള ഈ സപ്പോർട്ടാണ് നിങ്ങൾക്ക് ഇനി വേണ്ടി വരിക? നമുക്ക് ഫണ്ടിൻ്റെ രീതിയിലും വേണം. ഫണ്ട് അതായത് ഇതിൻ്റെ കുറച്ചുകൂടി വികസിപ്പിക്കാൻ വേണ്ടിയിട്ട്, വിപുലപ്പെടുത്താൻ വേണ്ടിയുള്ള ഫണ്ട് വേണം. പിന്നെ അത് കൂടാണ്ട് നമ്മളിപ്പം ഒരു ഇൻട്രൊഡക്ഷൻ വേണമല്ലോ. അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ അവർ പിന്നെ നമ്മളിപ്പോൾ ഓട്ട സ്ഥലത്ത് ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരുന്നു. കുറേ കമ്പനി, അതായത് ഇങ്ങനെ ഒരു കമ്പനി ഉണ്ടെന്നും 35 പേരുടെ കമ്പനിയാണെന്നും നിങ്ങളൊന്ന് പൊതുവായിട്ട് അറിയാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും. അത് കൂടാണ്ട് MVD പോലെയുള്ള സ്ഥാപനങ്ങൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വാഹനങ്ങളിൽ ഇപ്പം 2 വർഷമായിരിക്കും ഒരു എക്സ്പയറി ആയ സാധനം ഉണ്ടാവുക. അപ്പോൾ അതിനുശേഷം അത് ചെക്ക് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഇൻഷുറൻസ് പോലെ അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഒരു അത്യാവശ്യ ഘടകമല്ലേ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് വരുന്ന സമയത്ത് തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയായിരിക്കും മിക്കവരുടെ കയ്യിലുള്ളത്. അതിലൊരു മാറ്റം വരണം. അപ്പോൾ പ്രൊഡക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് എത്ര രൂപയുടെ പ്രൊഡക്റ്റാണിത്? ഇതിപ്പോൾ ഒരു പ്രൊഡക്റ്റാണ്. ഇത് 350 രൂപേൻ്റെ പ്രൊഡക്റ്റാണ്. 350. ഇതാണോ ബേസിക് ആയിട്ട് വരുന്നത്? ഇതിൽ സ്റ്റാർട്ടർ പറയുന്നത് ചെറുതുണ്ട്, 200 രൂപേൻ്റെ ഉണ്ട്. ഇത് 200 രൂപേൻ്റെ. ഇതിലിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും?
ഇതിലിപ്പോൾ പൊള്ളിയാലുള്ള മരുന്നുണ്ട്, അതുപോലെ മുറിഞ്ഞാലുള്ള മരുന്നുണ്ട്, പിന്നെ സ്വാബ് ഉണ്ട്, കോട്ടൺ റോളുണ്ട്, പിന്നെ ഡസ്റ്റിംഗ് പൗഡറുണ്ട്, പ്ലാസ്റ്റർ ഉണ്ട്, സാവലോൺ പോലെയുള്ള ഐറ്റം ഉണ്ട്, കോട്ടൺ ഉണ്ട്, പാരാസെറ്റമോൾ ഉണ്ട്. അതായത് അത്യാവശ്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ട് അതിലുണ്ട്. സാധാരണ ഒരു കിറ്റ് ഓൺലൈൻ പർച്ചേസ് ചെയ്തതിനേക്കാൾ ഒരുപാട് ഐറ്റം കൂടുതലുണ്ട്. അത് മാത്രമല്ല ORS പോലെയുള്ള ലൈനുകളുണ്ട്. ഏകദേശം അത്യാവശ്യമായിട്ട് ഒരു പെട്ടെന്ന് വേണ്ട എല്ലാ പ്രൊഡക്ട്സും അതെ ഇതിലുണ്ട്. ഒരു ഫസ്റ്റ് എയ്ഡ് വേണ്ട എല്ലാ പ്രൊഡക്റ്റും ഇതിലുണ്ട്. ഇപ്പം ഇതല്ല ഏറ്റവും ചെറുത്, ഇതാണ് ഏറ്റവും ചെറുത്. വീടുകളിലേക്ക് ബൈക്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ സ്കൂട്ടികളിൽ അതേപോലെ തന്നെ ടൂർ പോകുന്നവർക്ക് ഒക്കെ കയ്യിൽ സുഖപ്രദമായിട്ട് കരുതാം. ഏറ്റവും കുറഞ്ഞത് 200 രൂപ ചെറുത്, ഏറ്റവും ചെറുത്. അതെ. പിന്നെ ഇതിന് തൊട്ടടുത്തത് അതേ ബാഗ് തന്നെയാണ്, കുറച്ചും കൂടെ വലുപ്പം, കുറച്ചും കൂടെ സാധനങ്ങൾ അധികം ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് എവിടത്തേക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? കാറിലേക്ക് വലിയ വാഹനങ്ങൾ കാറിലേക്ക് ഉപയോഗിക്കാം. പിന്നെ കൂടുതൽ ആവശ്യമുള്ള വീടുകളിൽ ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലും ടൂറൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ ആവശ്യം ആൾക്കാരുണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം. എന്തായാലും ഇങ്ങനെ ഒരു സാധനം കയ്യിൽ വെക്കുന്നത് നല്ലതാണ് ടൂറൊക്കെ പോകുന്ന സമയത്ത്. അതെ. പിന്നെ അടുത്തത് 550 രൂപ വരുന്നതാണ്. 580. ഇത് കൂടുതലായിട്ട് ആവശ്യം വരുന്നത് പിന്നെ വീടുകളിലേക്കാണ്. വീടുകളിലേക്ക് ഇതിൽ 15ഓളം ഐറ്റം വരുന്നുണ്ട്. 15ഓളം ഐറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഇതെങ്ങനെ നിങ്ങളിപ്പോൾ ആൾക്കാർക്ക് കൊടുക്കുന്നത്? പിന്നെ ഇതാണോ? രണ്ട് രീതിയിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ഉണ്ട്. അത് കൂടാതെ നമ്മളിപ്പോൾ പല ബാങ്കുകളെയും അതേപോലെ തന്നെ ഈ ചലഞ്ച് ഉണ്ടല്ലോ, ബിരിയാണി ചലഞ്ച് പോലെയുള്ള ചലഞ്ചുകളായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരാൾക്ക് വേണമെന്ന് വിചാരിക്കും, ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊറിയർ വഴി അങ്ങനെ? അതെ, കൊറിയർ വഴി നമ്മൾ എത്തിച്ചു കൊടുക്കും. കൊറിയർ ചാർജ് അടക്കം? അതെ. കൊറിയർ ചാർജ് എക്സ്ട്രാ വരും? കൊറിയർ ചാർജ് എക്സ്ട്രാ ആണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ ഇത് റേറ്റ്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നമ്മൾ പിന്നെ സ്പോർട്സിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. നമ്മൾ ഫുട്ബോൾ. അപ്പം എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോവുകയാണെങ്കിൽ സുഖമായി കൊണ്ടുപോകാം. ഇതിൽ അത്യാവശ്യം എത്ര ഐറ്റംസ് ഉണ്ട് ഇതിൽ ഏകദേശം 20ഓളം ഐറ്റം ഉണ്ട്. 20ഓളം ഐറ്റംസ്. അതായത് നമ്മൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് എയ്ഡ് കിറ്റിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും. അതായത് പിന്നെ വേദനയ്ക്ക് വന്ന സ്പ്രേ അടക്കം എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇതാണോ പിന്നെ നമ്മൾ ഏറ്റവും പ്രൈസ് കൂടിയത്? അല്ല, ഒരു ഐറ്റം കൂടിയുണ്ട്. ഇത് ബസ്സുകളിലേക്ക് കൊടുക്കാൻ വെച്ചതാണ്. ബസ്സിലേക്ക്. അപ്പോൾ അതിലേക്കാൾ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ? അതായത് അതിൽ എക്സ്ട്രാ കൂടുതലുണ്ട്. അതായത് കോട്ടനുകളും റോളർ ബാൻഡേജും എല്ലാ മരുന്നുകൾ അതിനേക്കാൾ കൂടുതലുണ്ട്. എത്ര ഐറ്റംസ് ഉണ്ട് ഇതിൽ? ഏകദേശം ഐറ്റം കണ്ടത്, പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലാണ്. അതായത് ബസ്സാകുമ്പോൾ കുറേ ആളുകൾക്ക് അതുകൊണ്ട് കൂടുതൽ. പിന്നെ എല്ലാ വർഷത്തിലും ഇത് റീഫിൽ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. റീഫില്ല് എന്ന് പറഞ്ഞാൽ എങ്ങനെ റീഫില്ല് ചെയ്യുന്നത്? ഇപ്പോൾ 20 പ്രാവശ്യം വാങ്ങിയാൽ അടുത്ത വർഷം ഈ 950 രൂപ കൊടുത്ത് വാങ്ങിക്കണ്ട. അതിൽ കുറഞ്ഞ മരുന്നുകൾ, അതിലാവശ്യം, അതായത് ഉപയോഗിച്ച മരുന്നുകൾ, എക്സ്പയറി ആയ സാധനങ്ങൾ മാത്രം റീഫിൽ ചെയ്താൽ മതി. അപ്പോൾ അത് നിങ്ങളെ തന്നെ വിളിച്ചാൽ മതി. ഈ ബോക്സൊക്കെ ലൈഫ് ലോങ് ആണ്. ഇതാണ് മെറ്റലാണ്. നല്ല മെറ്റലിൻ്റെ ബോക്സാണ്. നല്ല മെറ്റൽ ബോക്സാണ്. കോട്ട് ചെയ്ത നല്ല ക്വാളിറ്റിയുള്ള ബോക്സാണ്. ഇതും അത്യാവശ്യം നല്ല ബോക്സാണ്. അപ്പോൾ നമ്മൾ കണ്ണൂർ ഒരു സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. വ്യവസായത്തിൻ്റെ സ്റ്റാളിട്ടായിരുന്നു. നന്നായിട്ട് നല്ല ആൾക്കാർക്ക് നല്ല റെസ്പോൺസ് ആയിരുന്നു. ഏത് സ്റ്റാളിലാണ്? വ്യവസായ വകുപ്പിൻ്റെ സ്റ്റാളുണ്ട് കണ്ണൂർ ഫെസ്റ്റിൻ്റെ. അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരുന്നു ആൾക്കാർക്ക്. അത്യാവശ്യം ചെറിയ കിറ്റൊക്കെ ആളുകൾക്ക് നല്ലതാണ്. വീട്ടിലെ കുട്ടികൾക്കൊക്കെ മുറിഞ്ഞാലും മറ്റൊക്കെ ആയിട്ട്. അതെ, എല്ലാവർക്കും ഒരു സ്റ്റാളിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൺസെപ്റ്റ് മാറ്റായിരിക്കുമല്ലോ. ഒന്നെങ്കിലും ഫുഡ് ഐറ്റം, തുണിത്തരങ്ങൾ. അപ്പോൾ പുതിയൊരു കൺസെപ്റ്റ് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര സ്വീകാര്യതയായിരുന്നു. അപ്പോൾ ഇതിലിപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യുന്നത് നിങ്ങളാണോ അതോ പിന്നെ എല്ലാവരും ആക്റ്റീവാണ്? എല്ലാവരും നല്ല, നമ്മൾ 35 പേരും നല്ല ആക്റ്റീവാണ്. കാരണം നമ്മൾ പ്രത്യേകത വെച്ചാൽ കണ്ണൂർ ജില്ലയിൽ 35 ഒരു കൗണ്ടറുകൾ തന്നെ ആയി. അതായത് അക്ഷയ സെൻ്ററുമായിട്ട് ബേസ് ചെയ്തുകൊണ്ട്. ഈ അക്ഷയ സെൻ്ററുകൾ ഇത് വെക്കുന്നുണ്ട്. അപ്പം അക്ഷയ സെൻ്ററിൽ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല. ഓർഡർ എടുത്തിട്ട് നമ്മൾ സപ്ലൈ കൊടുക്കാനേ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റില്ല. അതായത് ഈ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. ഡിസ്പ്ലേ മാത്രം. അപ്പോൾ അവർ ചുറ്റുവട്ടത്തിലുള്ള സ്കൂളുകളും അതേപോലെ തന്നെ മറ്റ് സ്ഥാപനങ്ങളൊക്കെ അറിയിച്ചിട്ട് ആ ഓർഡർ നമ്മളായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്തായാലും ആൾക്കാരുടെ പ്രതികരണം നന്നായിട്ടുണ്ട്.
കാരണം അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഇത് എത്തിക്കേണ്ട ഒരു ആവശ്യം നല്ലൊരു ആശയമാണ്. നമുക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ 20ഓളം പ്രൊഡക്റ്റ് ഇനിയും ഉണ്ടത്രേ. ഇനിയും പ്രൊഡക്ട്സ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അത് ഓരോന്നോരോന്നായിട്ട് അതെ 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 ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടാണ്? അതെ, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. 35 പേരുടെ അതായത് സാധാരണ ആളുകൾ പ്രൈവറ്റ് ലിമിറ്റഡിന് പകരം LLP ഒക്കെയാണ് ചെയ്യുക. അപ്പം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് പറഞ്ഞ ആശയത്തിലേക്ക് പോകാൻ കാരണം നമ്മളിപ്പോൾ 35 പേരും സംരംഭകരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിലേക്ക് മുന്നോട്ട് പോയത്. അല്ലെങ്കിൽ ഒരു കമ്പനി റൺ ചെയ്ത് റെഡി ആകുമ്പോഴേക്ക് ഏകദേശം ഒരു 5 വർഷം സമയം എടുക്കുമല്ലോ. അപ്പോൾ ഇത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ സംരംഭർ ആയതുകൊണ്ടും നമുക്ക് ഈ കൗണ്ടറുകളൊക്കെ നിലവിലുള്ളതുകൊണ്ടും നല്ലൊരു വിജയം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതെ അതെ അതെ. ഇനി ഇതിൻ്റെ ബ്രാഞ്ചുകളൊന്നും ഇല്ലല്ലോ, ഇത് തന്നെ അല്ലേ ഉള്ളൂ? അല്ല, ബ്രാഞ്ച് നമ്മളിപ്പോൾ നമ്മളെ മെയിൻ ഓഫീസ് കണ്ണൂർ IDBS പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ടാണ് നമ്മൾ സബ്ബായിട്ടാണ് ഈ ഫസ്റ്റ് എയ്ഡിന് വേണ്ടി മാത്രം ഇത് ചെയ്യുന്നത്. നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഡ്രഗ് ലൈസൻസ് ഉണ്ട്, പാക്കിംഗ് ലൈസൻസ് ഉണ്ട്, അത്യാവശ്യം എല്ലാ ലൈസൻസുകളും ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത്. എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ കണ്ണൂർ വ്യവസായ ഓഫീസിൽ നിന്നും തലപ്പുറം വ്യവസായ ഓഫീസിൽ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു. അവരെന്തൊക്കെ കാര്യം പറഞ്ഞാലും കൃത്യമായിട്ട് പറഞ്ഞു തരുമോ, നമ്മളെ അടുത്ത സ്ഥാപനത്തിലേക്ക് പരിചയപ്പെടുത്തും. ഇപ്പം അത്യാവശ്യം എല്ലാവരും നല്ല സഹകരണമാണ് വ്യവസായത്തിന്. അതെ അതെ അതെ, ഒരാളെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും എല്ലാവരും അതെ എല്ലാവരും നല്ല സപ്പോർട്ട് തന്നെയാണ് സാധാരണ കാണുന്നത്. ഇപ്പം അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സംരംഭത്തിനെ കുറിച്ചിട്ട് വിജയേട്ടൻ പറയാനുള്ളത്. അപ്പം എല്ലാവരും ഇത് കണ്ടെന്ന് വിചാരിക്കുന്നു, നല്ലൊരു ആശയമാണ്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ. വിജയേട്ടാ അപ്പോൾ ശരി. താങ്ക് യു.